സലമോൻ രാജാവ് ഇസ്രായേൽ രാജ്യത്തെ വാണുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും കൃപയും എല്ലാ പരിജ്ഞാനവും ദൈവത്തോട് ചോദിച്ചു വാങ്ങിയിട്ടാണ് ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തൻ്റെ ദൃഷ്ടിയിൽ ചില മനുഷ്യരൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടും ഒരു ഗതി പിടിക്കാതെ, ഒരൈശ്വര്യം വരാതെ, ജീവിതത്തിൽ എന്നും നട്ടപ്പോഴും പറിച്ചപ്പോഴും എല്ലാം ഒരുപോലെ, ഒരു വളർച്ചയില്ല. എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. തലമുറയായി ഒരേ ചിന്താഗതി, ഒരേ വളർച്ച, അല്ലെങ്കിൽ തളർച്ച, തളരുന്നവരെങ്കിൽ തളർച്ച, വളരുന്നവെങ്കിൽ സ്ലോ ടു ഗ്രോത്ത്. ഇതെന്താ കാര്യം? സലമോൻ ആഴമായിട്ടൊന്ന് ചിന്തിക്കുകയുണ്ടായി. ഇങ്ങനെ വരുന്നത് അത്ര ശുഭമല്ലല്ലോ. അവരെ താൻ വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം സഭാപ്രസംഗിയിൽ താൻ തൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. സഭാപ്രസംഗി 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നവൻ കൊയ്യുകയുമില്ല. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത ഒരു യാത്ര, എങ്ങനെയെങ്കിലും ആകട്ടെ എന്നുള്ളതായ ഒരു ചിന്താഗതി, ഇല്ലെങ്കിൽ നാളെ എനിക്ക് പുരോഗമനം പ്രാപിക്കണം, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ എനിക്ക് പ്രാപ്തി ഉണ്ടാകണം, പ്രതികൂലങ്ങളുണ്ട്, എനിക്ക് സഹായികൾ ആരും കാണത്തില്ല, കാറ്റ് പ്രതികൂലമായി വീശും, പക്ഷെങ്കിൽ ഫലം തരുന്നവൻ ദൈവമാണ്. അതിനുശേഷം താൻ എഴുതുകയാണ്: രാവിലെ നിന്റെ വിത്തിനെ വിതയ്ക്കുക, നിന്റെ കൈ ഇളച്ചിരിക്കരുത്, പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക, പ്രതിഫലം തരുന്നത് ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ, ബെത്സയിദ കുളത്തിൽ 38 വർഷം രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവൻ ഒരുപക്ഷെങ്കിൽ ഒരു യൗവന പ്രായത്തിലാണ് അവൻ സൗഖ്യത്തിന് വേണ്ടി അവിടെ വന്നെങ്കിൽ, ആ യൗവന് ഒരു 20-ാമത്തെ വയസ്സിലാണ് വന്നതെങ്കിൽ, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അവൻ യേശു അവിടെ സന്ദർശിക്കുമ്പോൾ അവൻ 58 വയസ്സ് കാണും. ഇല്ല, 30-ാമത്തെ വയസ്സിലാണ് വന്നെങ്കിൽ അദ്ദേഹത്തിന് 68 വയസ്സ് കാണും. അങ്ങനെ പ്രായാധിക്യത്തിൽ വന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ജീവിതം മുഴുവനും ആ കുളത്തിൻ്റെ കരയിൽ അവൻ ചെലവഴിച്ചു. പ്രത്യാശയോടും വിശ്വാസത്തോടും എന്ന പേര്. പക്ഷെങ്കിൽ യേശു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എത്ര വർഷമായി നീ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? നീ എത്ര വർഷമായിട്ട് ഇവിടെ കിടക്കുന്നു? നിന്റെ മുൻപിൽ അനേകർ വന്ന് സൗഖ്യം പ്രാപിച്ചു പോയി, അനേകർ രോഗികൾ വന്നു. ആ ദൂതന്മാരിറങ്ങി വെള്ളം കലക്കി, അവർ പെട്ടെന്ന് ചാടിയിറങ്ങി, അവർ സൗഖ്യം പ്രാപിച്ചു. നിന്റെ കൺമുമ്പിൽ 38 വർഷമായി ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നീ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. എത്ര വർഷമായി? നിനക്ക് ജീവിക്കണ്ടേ? നിനക്കൊരു ജീവിതം വേണ്ടായോ? ഒരു സൗഖ്യം നിനക്ക് ആവശ്യമില്ലേ? ദൈവത്തിന് സ്തോത്രം. രോഗത്തിൻ്റെ പഴക്കമല്ല കർത്താവ് ചോദിച്ചത്, നീ എത്ര വർഷമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? ജീവിതത്തിൽ ധാരാളം കാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കാറ്റിനെ കുറിച്ച് വിചാരപ്പെടുക, മേഘങ്ങളെക്കുറിച്ച് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, ജീവിതത്തിലെ തടസ്സങ്ങളെ മാത്രം നമ്മൾ മുൻകാണുക. നോക്കൂ, ഈ രോഗിയായ മനുഷ്യനെ കുറിച്ച് തൻ്റെ കഥ താൻ തന്നെ പറയുകയാണ്: കർത്താവേ, ഒരു ദൂതൻ ഇറങ്ങി വെള്ളം കലക്കും, ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം കിട്ടും. ആ വെള്ളം കലക്കുമ്പോൾ എന്നെ സഹായിക്കുവാൻ ആരുമില്ല. അവൻ്റെ സഹായിക്കുവാൻ ആരെങ്കിലും ആരംഭകാലത്ത് അവനോടുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരൊക്കെ അവരുടെ ജീവിതം തേടി പോയി കഴിഞ്ഞു, കൈവിട്ടു, എല്ലാവരും കൈവിട്ടു. ഇത്രയും വർഷങ്ങളായിട്ടും ചാടിയിറങ്ങുവാനും ആ ദൂതനെക്കുറിച്ചും ആ വെള്ളത്തെക്കുറിച്ചും ആ കുളത്തെക്കുറിച്ചുമുള്ള ഒരു ധാരണ നിനക്ക് ലഭിച്ചില്ല എങ്കിൽ എത്ര കാലം നീ ആ കുളത്തിൻ്റെ കരയിൽ കിടക്കും? ഒരു പുരോഗമനം, ഒരു ഉയർച്ച നമുക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഉത്തേജനപരമായ ഒരു വലിയൊരു ആംപ്ലിഫൈഡ് ലൈഫ് നമുക്കുണ്ടാകണം. ഒരു കുതിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ആവശ്യബോധം ഉണ്ടാകണം.
വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നാം വരണം. എന്താണ് വിശ്വാസം? അപ്പോസ്തലനായ പൗലോസ് ഇതെല്ലാം കുറിക്കൊണ്ടുകൊണ്ട് സഭയോട്, എബ്രായ സഭയോട് പറയുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് താൻ നല്ലൊരു സന്ദേശം അവർക്ക് കൊടുത്തു. ആരംഭത്തിൽ തന്നെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താൻ അടിസ്ഥാനമിടുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ സഭയോട് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കാൻ പോവുകയാണ്. ഞാൻ അനേകം വിശ്വാസവീരന്മാരെ കുറിച്ച് നിങ്ങളോട് ഇപ്പോൾ പറയും. എന്നാൽ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. മേഘങ്ങളുടെ സ്വഭാവത്തെയും കാറ്റിന്റെ ഗതിയെയും കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിന്റെ ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ഒരു പാഴായ ജീവിതം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പ്രതികൂലങ്ങൾ നമുക്കുണ്ട്. എല്ലാ മനുഷ്യർക്കും പ്രതികൂലമുണ്ട്. ഒരു കാറ്റ് വീശുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം പ്രതികൂലമായി വീശുന്ന കാറ്റല്ല. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പല പ്രാവശ്യം കൊടുങ്കാറ്റിന്റെ ഭീതിയെക്കുറിച്ച് മനസ്സിലാക്കി. അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രതികൂലമല്ല, പക്ഷെങ്കിൽ ഇതിനെ അതിജീവിക്കുന്നതായ ഒരു വിശ്വാസത്തിന്റെ ധൈര്യം നമ്മൾ ക്രിസ്തുവിൽ കൂടെ പ്രാപിക്കണം. നമുക്കില്ലാതിരുന്ന ചില ബലങ്ങളൊക്കെ കർത്താവിൽ കൂടെയാണ് കിട്ടുന്നത്. നോക്കൂ, ബെത്സയിദ കുളത്തിൽ കിടന്നതായ ആ കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് കർത്താവ് പറയുന്നത്, നീ സൗഖ്യമായി എന്നല്ല, നിന്റെ കിടക്ക എടുത്തുകൊണ്ട് ഓടടാ. കിടക്ക നിന്നെ വീണ്ടും വീണ്ടും ഈ കുളത്തിന്റെ കരയിൽ വളരെ സൗകര്യങ്ങളോടുകൂടി അനേകരുടെ ദാക്ഷിണ്യവും അനേകരുടെ ഔദാര്യങ്ങളും പ്രാപിച്ചുകൊണ്ട് നീ ഭക്ഷണമൊക്കെ ഭക്ഷിച്ച് നീ സുഖമായിട്ട് ഇവിടെ കഴിയുക. പാരമ്പര്യം നിനക്ക് ഒരുപാടുണ്ട്. വരുന്നവരും പോകുന്നവരും സുഖമായി പോകുന്നവരുടെ തലവടയും പായും അല്ലെങ്കിൽ പുതപ്പും അവരുടെ ആഹാര സാധനങ്ങളെല്ലാം നിനക്ക് തന്നിട്ട് പോവുകയാണ്. കാരണം അവർക്ക് ആവശ്യമില്ല. അവരെല്ലാം സൗഖ്യം പ്രാപിച്ച് നിന്റെ മുമ്പിൽ കൂടെ നടന്നുപോയി കഴിഞ്ഞു. നിന്റെ കിടക്ക നിന്നെ വീണ്ടും വീണ്ടും പുറമോട്ട് വലിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നത്, നിന്റെ കിടക്ക എടുത്തുകൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. സൗഖ്യം അവൻ വന്ന സമയത്തെ അവന് സൗഖ്യം കിട്ടിയാണ്. ആ ദൂതൻ അവനെ സൗഖ്യമാക്കിയതാണ്. പക്ഷെങ്കിൽ സൗഖ്യത്തിൽ നിന്നുള്ളതായ ഒരു വളർച്ച അവന് പ്രാപിക്കാൻ മനസ്സില്ലാതെ കാറ്റിന്റെ ഗതികളെയും മേഘങ്ങളുടെ യാത്രയെയും കുറിച്ചൊക്കെ കഥകൾ പറയുന്ന ഒരു മനുഷ്യനായി അവൻ മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഏറ്റെടുക്കുന്നതായ ഒരു ജീവിതമാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. കർത്താവ് നമുക്ക് പോരില്ലാത്ത ഒരു ജീവിതം, പ്രതികൂലമില്ലാത്ത ജീവിതം, പ്രതിസന്ധിയില്ലാത്ത ജീവിതമൊന്നും കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ആ കഷ്ടത്തെ നിങ്ങൾക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ട്, പരിഹാസമുണ്ട്. നമ്മൾ പരിഹാസത്തെക്കുറിച്ചും നിന്നയെക്കുറിച്ചും കഷ്ടത്തെക്കുറിച്ചും ഒരു നല്ല പാട്ട് പാടിയാൽ ചിലപ്പോൾ ആ പാടുന്ന പാട്ടിൻ പ്രകാരം നമ്മൾ ഒന്നും തന്നെ സഹിച്ചിട്ടുണ്ടാകില്ല. വെറുതെ അങ്ങ് പാടുക. കഷ്ടങ്ങൾ, ഇത്രമെങ്കിൽ സങ്കടങ്ങൾ എല്ലാം നമ്മൾ മറ്റുള്ളവരോട് ചേർന്ന് ഇമ്പമായി പാടും. പക്ഷെങ്കിൽ സുവിശേഷ നിമിത്തവും നീതി നിമിത്തവും ഒരു ദിവസമെങ്കിലും പട്ടിണി കിടന്നിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടാകുകയുള്ളൂ. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, വിശന്ന് ദാഹിക്കുന്നവർ, അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തവർ കഷ്ടത്തെക്കുറിച്ച് എന്ത് പാട്ട് പാടാനോ, അല്ലെങ്കിൽ യാതനയെക്കുറിച്ച് എന്ത് പാട്ട് പാടാനോ? എന്നാൽ ആ പാട്ടിന്റെ ആ മാധുര്യത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് നീതിക്കായി വിശന്ന് ദാഹിച്ചതായ ഒരു അനുഭവം ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ അനുഭവമാണ് നമ്മെ വീണ്ടും വീണ്ടും വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തലമുറ ഒരു വലിയൊരു ധൈര്യത്തിന്റെ തലമുറയായിരിക്കണം, വിശ്വാസത്തിന്റെ തലമുറയായിരിക്കണം, വിശ്വാസ ജീവിതത്തിൽ ഉറക്കപ്പെട്ടവരായിരിക്കണം. കാറ്റിന്റെ ഗതികളെയും മേഘങ്ങളുടെ പോക്കുവരവുകളെയും കുറിച്ച് എണ്ണുന്നവരായിരിക്കരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ ഈ കാലഘട്ടത്തെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയുകയില്ല. നാം കടന്നു വന്നിരിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയിലാണ്. ഈ വക്രതയും കോട്ടവുമുള്ളതായ തലമുറയിൽ ദൈവത്തിന് പ്രസാദകരമുള്ളതായ ഒരു ജീവനം നമുക്ക് ചെയ്യുവാൻ നമ്മുടെ കിടക്കയിൽ കിടക്കുന്ന ഒരു പാരമ്പര്യമല്ല, എന്നാൽ കിടക്കയും എടുത്തും കൊണ്ട് റെസ്റ്റില്ലാത്ത വിശ്രമമില്ലാത്ത ഒരു ജീവിതത്തിലേക്കുള്ള ഒരു കാൽവയ്പ്, നിന്റെ കൈ ഇളച്ചിരിക്കാത്തതായ ഒരു ആത്മീക ജീവിതത്തിന്റെ ഒരു ചാതുര്യത, അത് നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയെ കൊണ്ടുവരും. നാം അറിയാതെ നമ്മുടെ മുൻപിൽ പെരുവഴികൾ തുറക്കപ്പെടുന്നു. അടഞ്ഞുകിടന്നത് പലതും തുറക്കുന്നത് നീ കാണുമ്പോൾ ഇവിടെയാണ് വിശ്വാസം പരിപ്രവർത്തിച്ചതെന്ന് കർത്താവിൽ നീ ആശ്വസിക്കും. എല്ലാം ദൈവം
നമ്മുടെ മുൻപിൽ റെഡിമെയ്ഡായിട്ട് കൊണ്ടുവരികയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. നാം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നടന്നു കാണിക്കേണ്ടതായ ഒരു കടപ്പാട് നമുക്കുണ്ട്. അതാണ് അങ്ങനെയുള്ള ജീവിതങ്ങളിൽ മാത്രമേ സൗഖ്യം ആവസിക്കുകയുള്ളൂ. പ്രവൃത്തി അങ്ങനെയുള്ളവരിൽ മാത്രമേ ആവസിക്കുകയുള്ളൂ. അവരോടൊപ്പം മാത്രമേ വിജയം നിലനിൽക്കുകയുള്ളൂ. ഇല്ലാത്തവർ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗമനം വേണം, ഒരു കഠിനാധ്വാനം. പ്രതിസന്ധികളിൽ തോക്കുന്നവനായിട്ടല്ല, പ്രതിസന്ധികളെ എണ്ണുന്നവനായിട്ടല്ല, പ്രതിസന്ധികളെ കുറിച്ച് പാടുന്നവനല്ല, പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ജയത്തിന്റെ സ്വരം നമ്മളിൽ കൂടെ ധ്വനിക്കപ്പെടുമ്പോൾ അവിടെ ഇതാ നമുക്കെതിരായി വരുന്നതായ സകല പ്രതികൂലങ്ങളും തോറ്റോടുന്നതിനും ഒരു ജയത്തിന്റെ ആ മറുകരയിൽ ചെന്നെത്തി അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. നിന്റെ കൈ ഇളച്ചിരിക്കരുത്. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിന്റെ കൈ ഇളച്ചിരിക്കരുത്. പ്രയത്നിക്കുക. എന്താണ് ഇളച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ എങ്ങനെയാണ് വിതയ്ക്കുന്നത്? ഇല്ല, നീ വിതച്ചതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നിനക്ക് തരുന്നതായ അനുഭവങ്ങൾ ദൈവം തന്നല്ലാതെ നിന്റെ പൂണിയിൽ നിറയുകയില്ല. ദൈവം തന്നെങ്കിൽ മാത്രമേ നിനക്ക് തൃപ്തിയാവൂ. നീ ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെയും പ്രതിഫലം ദൈവമാണ് നിനക്ക് തരുന്നത്. അത് നീ വിശ്വസ്തനെങ്കിൽ ദൈവം നിനക്ക് തരും. നിന്റെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കും. കാറ്റിനെ നോക്കിയും മേഘങ്ങളെ നോക്കിയും നീ പരാതിപ്പെടുന്നവരായിട്ടല്ല, എന്നാൽ അവയുടെ മധ്യത്തിൽ വിശ്വാസത്താൽ എങ്ങനെ നിലനിൽക്കുവാൻ കഴിയും ഒരു പുറപ്പാട് നിന്റെ ജീവിതത്തിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു മാതൃക നീ വയ്ക്കുമെങ്കിൽ അവിടെ വിജയം നിനക്ക് കൈവരിക്കാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു.